രമ്യ, നാളെ തൊട്ട് രാവിലെ അടുക്കള കയറിക്കോണം. ഇതിപ്പോ ഒരാഴ്ച ആയല്ലോ പ്രസവം കഴിഞ്ഞിട്ട്. ഈ ഇന്നും ഇല്ലെങ്കിലും നോർമൽ ഡെലിവറി അല്ലായിരുന്നല്ലോ, സിസേറിയൻ അല്ലേ. എനിക്ക് നടുവേദന വെച്ച് ഒറ്റയ്ക്കൊന്നും പറ്റത്തൊന്നും ഇല്ല. എൻ്റെ അമ്മായിയമ്മ എന്നെ പിറ്റേന്ന് തൊട്ട് അടുക്കളയ്ക്ക് എത്തിച്ച് ഓരോ പണി ചെയ്യിപ്പിച്ച്. ഇവിടെ ഇപ്പൊ ഒരാഴ്ച നടന്നില്ലേ, അത് മതി. എൻ്റെ ദൈവമേ, എൻ്റെ കാര്യം ഇപ്പൊ ആർക്കും നോക്കൊന്നും വേണ്ട. എനിക്കാണെങ്കിൽ നടുവേദന ഈ പണിയെല്ലാം ചെയ്തിട്ട്. രമ്യ ആ കൊച്ചുറങ്ങുമ്പോഴത്തേനും പോയി അലക്കാനുള്ള തുണിയെല്ലാം പോയി അലക്കി. ഇനിയിപ്പം അവൻ ജോലിയും കഴിഞ്ഞ് വന്ന് തുണി അലക്കി തരുന്നത് നോക്കിയിരിക്കുവാണോ? പിന്നെ ഇന്നലെ ഉറങ്ങിയില്ല. അമ്മമാരാകുമ്പോഴത്തേനും ഇങ്ങനെയൊക്കെയാ, കുറച്ച് ഉറക്കമൊക്കെ. എൻ്റെ മൂത്തവനെ പ്രസവിച്ച സമയത്ത് ഞാൻ 2 വർഷത്തേക്ക് ഉറക്കം എന്താന്ന് അറിഞ്ഞിട്ടില്ല. എടാ, നീ നിന്റെ പെണ്ണുമ്പിള്ളയോട് പറയണം, കൊച്ചു കരയുമ്പോൾ കൊച്ചിനെ എടുക്കുവോ പാല് കൊടുക്കുകയോ എല്ലാം ചെയ്യണമെന്ന്. ഇത് കൊച്ചു കരയുമ്പോഴത്തേനും കൊച്ചിൻ്റെ കിർക്കിട്ട് നോക്കിക്കൊണ്ടിരിക്കും. അതെങ്ങനെയാ? പ്രസവവേദന അനുഭവിച്ചവർക്കല്ലേ പിള്ളേർ കരയുമ്പോഴത്തേനും നോക്കത്തുള്ളൂ. ഇത് കീറി മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ എന്നാ നോക്കാനായിട്ടാ? എൻ്റെ ചേച്ചി അതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടണ്ട. അവൾ ആ കട്ടിലേന്ന് എണീക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ മൂത്ത മകൾക്ക്, അവൾക്ക് നോർമൽ ഡെലിവറി ആയിരുന്നു. എന്നിട്ട് അവൾ 3-ാം പൊക്കെ എണീറ്റ് ഓരോ പണി ചെയ്ത്. ഇവൾ ആ കട്ടിലേന്ന് എണീക്കുകയല്ല, എന്നിട്ട് ഇങ്ങനെ ആ മണുങ്ങാഞ്ചം പുറകെ നടക്കുമല്ലേ. പിന്നെ അവൾക്ക് എന്നാ ചെയ്യേണ്ടത്? ബാക്കിയുള്ളവനാണ് അടുക്കള കിടന്ന് നടു ഒടിഞ്ഞ്. എല്ലാത്തിനും തിന്നാൻ വരുമ്പോഴത്തേനും ഉണ്ടാക്കി വെക്കണ്ടേ. രമ്യയെ അങ്ങോട്ട് പിടിക്കാതെ നടന്നു നോക്കിയേ. ഇത് ഏത് നേരം ഇവൻ ഇങ്ങനെ പിടിച്ചോണ്ട് നടക്കും നിന്നെ? ഒന്നുമില്ലല്ലോ, നോർമൽ ഡെലിവറി അല്ലായിരുന്നല്ലോ, സി സെക്ഷൻ അല്ലേ. അപ്പം സ്വന്തമായിട്ടൊക്കെ അങ്ങ് നടക്കാൻ പറ്റും. പിടിക്കാൻ നടന്നേടാ, വിട്ടടാ. എടാ കിഴങ്ങാ, നീ ഈ പാത്രം കഴുകുന്നത്? എടാ, നിന്നെ കൊണ്ടൊക്കെ ഞാൻ ഇന്നേ വരെ തിന്ന പാത്രമെങ്കിലും എടുപ്പിച്ചിട്ടുണ്ടോടാ? എടാ, നിന്റെ ഭാര്യ ലോകത്ത് ആദ്യമായിട്ട് പ്രസവിക്കുന്ന സ്ത്രീയൊന്നും അല്ല പാത്രം കഴുകുന്നു. നിന്നെയൊക്കെ പറഞ്ഞിട്ടൊരു കാര്യമില്ലടാ.